ഖബർ ശിക്ഷിക്കാത്ത ഒരു പെണ്ണേ ഉള്ളൂ. സഹീഹുൽ ബുഖാരിയിലുണ്ട് ആ പെണ്ണിന്റെ ചരിത്രം. മഹദിയായ ബീവി ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ. ആരാണ് ഫാത്തിമ ബിൻത് അസദ്? ഹബീബായ തങ്ങളെ പോറ്റുമ്മയാണ്. റസൂലുള്ളാഹിക്ക് പാലൂട്ടാൻ ആമിന ബീവിയില്ല. ബാപ്പയും ഉമ്മയും ചെറുപ്പത്തിലെ മരണപ്പെട്ടുപോയി. ഓമന മുഹമ്മദീനെ ഓത്തിനയച്ചില്ല. ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ കൽബിൽ നൊമ്പരം പെരുത്ത് ആറ്റലായ മോനയോർത്ത് വേദന കൂരത്ത്. ബാപ്പയും ഉമ്മയും നേരത്തെ വഫാത്തായി പോയി. പിന്നെ റസൂലുള്ളാഹിന്റെ ഒരു പോറ്റുമ്മന്റെ പേരാണ് ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ. കാതിലുള്ളതും കഴുത്തിലുള്ളതും എല്ലാം റസൂലുള്ളാഹിക്ക് സമർപ്പിച്ച ഉമ്മന്റെ പേരാണ്. ജന്നത്തുൽ ബഖീഇലാണ് അവരെ ഖബർ കുഴിച്ചത്. സഹീഹുൽ ബുഖാരിയിലുണ്ട് ഈ സംഭവം. ഫാത്തിമ ബിൻത് അസദിന്റെ ഖബർ കുഴിച്ചപ്പോ ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ കമീസങ്ങ് ഊരി വെച്ചിട്ട് ആ ഖബറിലൊന്ന് കിടന്നിട്ട് എണീറ്റോ. എന്നിട്ട് പറഞ്ഞു, ഖബറേ ഒന്നും ചെയ്യരുത് കേട്ടോ, ഇത് എന്റെ ഉമ്മാന്റെ ഖബറാ. ബുഖാരിന്റെ ഹദീസിലുണ്ട്, ഏത് മനുഷ്യരും ഖബറിലേക്ക് എത്തിയാല് 2 വാരിയല്ലുകൾ പിടിച്ചിട്ട് ഖബറൊന്ന് എടുക്കും. അത് എടുക്കാത്ത ശരീരങ്ങളില്ല. എന്നാൽ ഫാത്തിമ ബിൻത് അസദിന്റെ ഖബർ ഒന്നും ചെയ്തില്ല. എന്താ കാരണം എന്നറിയോ? ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളെ ശറഫാക്കപ്പെട്ട പൂമേനി ആ ഖബറിൽ ഒന്ന് സ്പർശിച്ചു എന്നാണ് കാരണം. ആഖിർ സമാനിൽ ജീവിക്കുന്ന നമ്മൾ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല, കണ്ടവരെ കണ്ടിട്ടില്ല.